ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കുഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും വെള്ളങ്ങളൊക്കെ വറ്റി കിണറുകളിലൊന്നും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം നമുക്കും അതേ അവസ്ഥയാണ്. അപ്പം നമ്മൾക്ക് പണ്ട് ഇതുപോലെ വെള്ളങ്ങളില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമുണ്ട് നമ്മളെ പുരയിടത്തിൽ. അപ്പോൾ ആ പുരയിടത്തിൽ പോയി നമ്മൾ കുറച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ട്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെല്ലുന്നേ ഉള്ളൂ, നമ്മുടെ ആങ്ങളമാരെ രണ്ടു മൂന്ന് പേര് എല്ലാവരും കൂടെ ചേർന്ന് കുളം ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതായി ചെന്നപ്പോൾ അവരും വ്ളോഗ് എടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് മാറി ഞാൻ രക്ഷപ്പെട്ട അറ്റത്ത് മാറിയതാണ്. അപ്പോൾ അവർ രണ്ട് മൂന്നാല് പേര് കുറച്ച് നേരമായി വന്നിട്ട് നമ്മൾ വേറൊരു വഴിക്ക് പോയിരുന്നു. ആ സമയം കൊണ്ട് അവർ കുറേ വെള്ളങ്ങളൊക്കെ കോരി കളഞ്ഞപ്പോൾ അത് ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് ആരോ ഇരിപ്പുണ്ട്. അങ്ങനെ ആരാന്നറിയാൻ വേണ്ടി എത്തി വയ്ക്കുമ്പോഴത്തേക്ക് അത് മാമാടെ മോനാണ്. അപ്പോൾ അവനാണ് ഇറങ്ങി അതിനകത്ത് നിന്ന് വെള്ളങ്ങളൊക്കെ കോരി ഇത്രയും ഇതാക്കി എടുത്തത്. അപ്പം നല്ലപോലെ ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വന്ന് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ നല്ല ഒരു ഇതാണ്. അപ്പം ഇതാണ് മാമാടെ മൂത്ത മോൻ. അവൻ്റെ കാര്യമായിട്ട് വെള്ളം ആഞ്ഞു വലിക്കുക. അവൻ്റെ 3-4 ദിവസം ജിമ്മിൽ പോകണ്ട എന്നുള്ള രീതിക്ക് കാര്യമായിട്ട് അവൻ്റെ ശക്തി മൊത്തം കൊടുത്തെടുക്കും. അപ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കുഞ്ഞുമാടെ മോൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർത്ത് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനും പോയി അറ്റത്ത് നിൽപ്പുണ്ട്. പേടിയൊന്നും ഇല്ലാത്ത രീതിക്ക് വലിയ ധൈര്യശാലിയായിട്ട് പോയി നിൽക്കുവാണ് കേട്ടോ. നമ്മൾ കാണുന്ന കണക്കൊന്നുമല്ല, നല്ല ജോലി ചെയ്തിട്ട് നിൽക്കും അവരെല്ലാവരും. അപ്പോൾ അത് ഇഷ്ടം പോലെ വെള്ളം കോരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ഇനി അത്രയും വെള്ളം, അതിനേക്കാൾ വെള്ളം നാളെ ആകുമ്പോഴത്തേക്ക് കയറും. അങ്ങനെ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ ആങ്ങളെ വന്ന് അവനും അവിടെ വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് അവിടെ കാണുന്നതാണ് വീട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡാണ്, മെയിൻ റോഡാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കുള്ള കുടുംബ പര്യടത്തിൽ വരുന്ന ഒരു കുളമാണ്. അപ്പോൾ ഇത് മാമാക്കുള്ള വസ്തുവായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ വെള്ളം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാവരും ഇത് വന്ന് ഈ കുളം വന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കുളിക്കുകയും വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറച്ചതിന് ശേഷം പിന്നെ ഇപ്പം ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കരിയിലയും ചെളിയും ഒക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. അവരുടെ ഊപ്പാട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം വേണമല്ലോ, വെള്ളം അത്യാവശ്യമാണല്ലോ. അപ്പം ഇതിനിടയ്ക്ക് സമീറായും വന്ന് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട്. അവളും ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ കോരിയിട്ട് പോയി തളർന്നിരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവാറായി. ഇനി നമുക്കിതേ അതിനകത്ത് ഇറങ്ങിയ ആളിനെ നമുക്ക് തിരിച്ച് കയറ്റണമല്ലോ. നമ്മൾ ജോലി ചെയ്യാൻ ഇറക്കിയ ആളിനെ നമുക്ക് തിരിച്ച് വേണം. അപ്പോൾ അവന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു അതീവ സാഹസികമായി അവൻ കയറി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഊപ്പാട് വന്നിട്ട് അവൻ കയറി വരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടേ എന്നുള്ള ഭാവത്തിൽ ഇബ്രാഹിം ഇങ്ങനെ കയറി വരികയാണേ. എന്നിട്ട് അവൻ്റെ ചിരിയൊക്കെ ഉണ്ട്. അതായത് കോമഡിയൊക്കെ പറഞ്ഞ് നിൽക്കുക. അതായത് ഇത്രയും ചിരിയും കാര്യങ്ങളും, ഇത്രയും അവർ തളർന്ന് നിൽക്കുക. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര രസമായിട്ട് തോന്നും. പക്ഷെ അവരുടെ എഫേർട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം അത്രയും വെള്ളം അതിനകത്ത് കിടന്ന് കോരി കളയണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ അവസാനം വെള്ളമൊക്കെ കോരി വെച്ചിരുന്ന വെള്ളമൊക്കെ എടുത്ത് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് കയറിപ്പം പോകും. അപ്പം അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ പേർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തർ പറയും, അവിടെ ഒരു കാരയില്ലേ, ഇവിടെ ഒരു മരം ഇല്ലായിരുന്നു, ആ മരത്തിൽ നമ്മൾ കയറത്തില്ലായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഇഷ്ടംപോലെ മറിഞ്ഞ് അടികൂടി ബഹളമായ കാരയുടെ മണ്ടയിലൊക്കെ ഇഷ്ടംപോലെ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഫൈനലി അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കയറി തിരിച്ചു പോകണം. മണി 6-6:30 ആവാറായി നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക്. 3-3:30 കണ്ട് അവർ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സമയമെടുത്ത് എന്തായാലും നാളത്തേക്കുള്ള വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് ഒരുവിധം നല്ല വെള്ളം കയറി കിടക്കുമെന്നാണ് പ്രതീക്ഷ. നല്ല ഊറ്റുള്ള സ്ഥലമാണ്, വയലേരിയ ആയതുകൊണ്ട് നല്ല ഊറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. ഓക്കെ.